+1 സീറ്റ് പ്രതിസന്ധിയിൽ മലബാർ ദുരിതമനുഭവിക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും സീറ്റുകൾ അധികമാണ്. ഇവിടെ അധികം, അവിടെ കുറവ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയായാലും മലബാറിൽ 18,223 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റില്ല എന്നാണ് കണക്ക്. എന്നാൽ തെക്കൻ കേരളത്തിൽ 12,712 സീറ്റുകളാണ് അധികം. സീറ്റ് പ്രതിസന്ധി മലപ്പുറം ജില്ലയിൽ മാത്രമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദവും പൊളിക്കുന്നതാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്കുകൾ. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയായാൽ മലപ്പുറം ജില്ലയിലൊഴികെ എവിടെയും സീറ്റ് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ വയനാട് ഒഴികെ മലബാറിലെ 5 ജില്ലകളിലും സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് കണക്കുകൾ. സംസ്ഥാനത്തെ ആകെ അപേക്ഷകരിൽ 16,767 പേർ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നിന്നാണ്. ഇവർക്കായി 29,479 സീറ്റുകളുണ്ട്. അഥവാ 12,712 സീറ്റുകൾ അധികമെന്നർത്ഥം. ഇനി മലബാറിലേക്ക് വരികയാണെങ്കിൽ വയനാട് ഒഴികെയുള്ള 5 ജില്ലകളിൽ നിന്നായി 39,762 അപേക്ഷകരുണ്ട്. ഇവർക്കായി ബാക്കിയുള്ളതാകട്ടെ 21,539 സീറ്റുകളും. അഥവാ 18,223 വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലെന്നർത്ഥം. ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് 1,870, കൊല്ലത്ത് 2,213, പത്തനംതിട്ടയിൽ 2,608, ആലപ്പുഴയിൽ 2,162, കോട്ടയത്ത് 1,311, ഇടുക്കിയിൽ 526, എറണാകുളത്ത് 1,790, തൃശ്ശൂരിൽ 232 സീറ്റുകൾ അധികമാണ്. ഈ പട്ടികയിൽ മലബാറിൽ നിന്നുള്ള ഏക ജില്ല വയനാട് മാത്രമാണ്. 172 സീറ്റുകളാണ് അധികം. എന്നാൽ മലബാറിലെ മറ്റു ജില്ലകളുടെ അവസ്ഥ ദയനീയമാണ്. പാലക്കാട് 4,434 സീറ്റുകളുടെയും കോഴിക്കോട് 2,307 സീറ്റുകളുടെയും കുറവുണ്ട്. കണ്ണൂരിൽ 646, കാസർഗോഡ് 843 സീറ്റ് കുറവാണ്. സീറ്റ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ മലപ്പുറത്ത് 9,993 സീറ്റുകളാണ് കുറവ്. മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകണമെങ്കിൽ നിലവിൽ പുറത്തു നിൽക്കുന്ന 18,223 വിദ്യാർത്ഥികളെ പരിഗണിച്ചാൽ ക്ലാസ്സിൽ 65 വിദ്യാർത്ഥികൾ എന്ന തോതിൽ കണക്ക് കൂട്ടിയാലും 280 ബാച്ചുകളെങ്കിലും സർക്കാർ അനുവദിക്കേണ്ടി വരും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി കരിമ്പ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വാർത്തയുടെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ ചോദിച്ചു, നമ്മളുടെ ഈ പ്രഭാത പരിപാടി മോർണിംഗ് ഷോയിൽ വന്നിരുന്ന ആ പെൺകുട്ടിക്ക് A+ കിട്ടിയ കുട്ടിക്ക് സീറ്റൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടേത് അടക്കമുള്ള കാര്യങ്ങളൊന്ന് പറയൂ അഷ്കർ. ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത പങ്കുവെക്കാനില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ക്ഷണിക്കൽ മാത്രമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ആ അപേക്ഷ സമർപ്പണമാണ് പൂർത്തിയായിരിക്കുന്നത്. 8-9 തീയതികളിൽ അലോട്ട്മെൻറ്റ് നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഈ വിദ്യാർത്ഥികൾക്ക് തന്നെ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ എന്തായാലും അവർക്ക് സീറ്റ് കിട്ടിയാലും അവരെ പോലെയുള്ള നിരവധി വിദ്യാർത്ഥികൾ പുറത്തു തന്നെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് സംസ്ഥാനത്തെ സാഹചര്യം, പ്രത്യേകിച്ച് മലബാറിലെ സാഹചര്യം. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് എല്ലാ വിഷയങ്ങളിലും A+ നേടിയ 220-ലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 3 ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായിട്ട് പോലും ഇത്രയധികം വിദ്യാർത്ഥികൾക്ക്, എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ മലബാറിലേക്ക് സീറ്റ് പ്രതിസന്ധി എത്രത്തോളമാണ് എന്ന് മന്ത്രി തന്നെ ഒന്ന് ചിന്തിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കണക്കുകൾ കൊണ്ട് കബളിപ്പിക്കാനാണ് ഇപ്പോഴും മന്ത്രി അടക്കം ശ്രമിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നും പിന്നീട് മലപ്പുറത്ത് ചില്ലറ വ്യത്യാസം മാത്രമാണെന്ന് പറഞ്ഞിരുന്ന മന്ത്രി ഒരു ഘട്ടത്തിൽ 3000 സീറ്റുകൾ മാത്രമായിരുന്നു പ്രതിസന്ധി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അതും മാറ്റി അവസാനം നിയമസഭയിലെത്തിയപ്പോൾ അത് 7,500 സീറ്റുകളാണ് പ്രതിസന്ധി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പൂർത്തിയാകുമ്പോൾ നിലവിലുള്ള ഒഴിവുകളിലേക്കുള്ള സീറ്റുകൾ പരിഗണിച്ചാലും മലപ്പുറം ജില്ലയിൽ മാത്രം 10,000-ഓളം വിദ്യാർത്ഥികൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 9,993 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചുള്ള സാഹചര്യം. മാത്രമല്ല ചില്ലറ വ്യത്യാസം മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ കഴിഞ്ഞാൽ മറ്റുള്ള ജില്ലകളിൽ എവിടെയും പ്രശ്നമുണ്ടാകില്ല എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം. ആ അവകാശവാദം പൊളിഞ്ഞിരിക്കുന്നു, ഇല്ലെങ്കിൽ അതും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് 4,434 സീറ്റുകളുടെയും കോഴിക്കോട് 2,307 സീറ്റുകളുടെയും കുറവുണ്ട്. സമാനമായ രീതിയിൽ തന്നെ കണ്ണൂരും കാസർഗോഡും അടക്കം സീറ്റുകളുടെ കുറവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ മന്ത്രി പറഞ്ഞ എല്ലാ കണക്കുകളും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൺഎയ്ഡഡിലടക്കം താൽക്കാലിക അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയും നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്കടക്കം അപേക്ഷിക്കാനുള്ള അവസരം നിഷേധിച്ചിട്ട് പോലും ശേഷിക്കുന്ന വന്ന അപേക്ഷകളുടെ കണക്കുകൾ വെച്ച് മാത്രമാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്.
ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ 7054 വരുന്ന നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ കൂടി കണക്ക് കൂട്ടിയാൽ ജില്ലയിലെ സീറ്റ് പ്രതിസന്ധി 16,000 കടക്കുമെന്നതാണ് യാഥാർത്ഥ്യം. അത് ഒഴിവാക്കി സർക്കാർ സ്വീകരിച്ച അപേക്ഷകളുടെ കണക്ക് കൂട്ടുമ്പോൾ പോലും വലിയ തോതിൽ വ്യത്യാസം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ മലബാർ സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി അനുഭവിക്കുമ്പോൾ ഇല്ലെങ്കിൽ 18,000-ഓളം അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ 39,000-ഓളം വന്ന അപേക്ഷയിൽ 18,223 വിദ്യാർത്ഥികൾക്ക് മലബാറിൽ സീറ്റില്ലാതെ നിൽക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ 12,000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നതാണ് നിലവിലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തന്നെ പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനം. ഈ കണക്കുകളുടെ പൊരുത്തക്കേട് നമ്മൾ തുടർച്ചയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ടംഗ കമ്മീഷനും ഈ കാര്യം വിശദമായി പഠിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക ബാച്ച് അനുവദിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. വേണ്ടി വന്നാൽ ഒരുപക്ഷെ ഈ തെക്കൻ കേരളത്തിലെ അധിക സീറ്റുകൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ വടക്കൻ കേരളത്തിലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്യും, അല്ലേ? തീർച്ചയായും അത്തരം തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാർ ഉണ്ടാകുന്ന അധിക ബാധ്യതകളിൽ സാമ്പത്തിക ബാധ്യതകൾ വലിയ തോതിൽ കുറവ് വരുമെന്നാണ്. കാരണം 18,000-ഓളം വിദ്യാർത്ഥികൾ മലബാറിൽ പുറത്ത് നിൽക്കുമ്പോൾ 12,000-ഓളം സീറ്റുകളാണ് കാലിയായി നിൽക്കുന്നത്. ആ തോതനുസരിച്ച് അത്രയും സീറ്റുകൾ സർക്കാരിന് സ്വാഭാവികമായും മലബാറിലെ ഇല്ലെങ്കിൽ ഈ പ്രതിസന്ധി നേരിടുന്ന ജില്ലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ തോതിലുള്ള അധ്യാപക നിയമനത്തെ സംബന്ധിച്ചൊക്കെ സർക്കാർ വലിയ ആശ്വാസം ഉണ്ടാവും. അതുമാത്രമല്ല, ഇനി സീറ്റ് പ്രതിസന്ധിയുടെ ബാച്ചുകൾ അനുമതിയിലേക്ക് വരികയാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ സർക്കാർ അനുവദിച്ചത് 53 ബാച്ചുകളാണ്. പക്ഷേ നിലവിൽ കണക്ക് പ്രകാരം ഈ 18,233 വിദ്യാർത്ഥികളെ പരിഗണിക്കണമെങ്കിൽ ഏറ്റവും പരമാവധി വിദ്യാർത്ഥികളുടെ സാഹചര്യം 65 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ പരിഗണിച്ചാൽ പോലും മലബാറിൽ മാത്രം 280 ബാച്ചുകൾ സർക്കാർ അനുവദിക്കേണ്ടി വരും. ഇനി മലപ്പുറം ജില്ലയിൽ മാത്രം പ്രതിസന്ധി പരിഗണിക്കുകയാണെങ്കിൽ 9,993 വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ്സിൽ 65 വിദ്യാർത്ഥികൾ എന്ന തോതിൽ പരിഗണിച്ചാൽ പോലും 153 ബാച്ചുകൾ അനുവദിച്ചാലേ മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകൂ. അപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നോൺ ജോയിനിങ് വിദ്യാർത്ഥികളും നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ കഴിയുമ്പോൾ അവസരം ലഭിച്ചാൽ മാറാമെന്ന് കരുതി അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ താൽക്കാലിക അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുമുണ്ട്. അവരെയൊക്കെ സർക്കാർ പൂർണ്ണമായും വെട്ടിയ ശേഷമുള്ള പ്രതിസന്ധിയുടെ ആഴമാണ് നമ്മൾ ഇപ്പോൾ അളക്കുന്നത് എന്നതുകൂടിയാണ് നമ്മുടെ ബോധ്യം. ഓക്കെ, തീർച്ചയായിട്ടും അഷ്കർ ആ വാർത്തയുടെ പിന്നാലെ തന്നെ നിന്നോളൂ. അഷ്കറും മുബഷീറും ആ വാർത്ത തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് നമ്മളടക്കം ചോര തിളയ്ക്കുന്നു എന്ന പരിപാടി കോട്ടക്കൽ വെച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രശ്നം പരിഹരിക്കണം. സർക്കാർ അധിക ബാച്ച് അനുവദിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അധിക ബാച്ച് അനുവദിക്കണം എന്നതാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്ന രണ്ടംഗ കമ്മീഷന്റെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്.